ഇപ്പൊ മനസ്സിലായല്ലേ? ഇനി ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറ. ചുമ്മാ അറിഞ്ഞിരിക്കാനാ. ഇവൻ ഇതുവരെ ഇത് വിട്ടില്ലേ? വീണ്ടും ആ കാര്യം തന്നെയാണോ ചോദിക്കാൻ പോകുന്നേ? അയ്യോ, നീ ഇനി ഒഴിഞ്ഞു മാറാനൊന്നും നിക്കണ്ട. എന്നുവെച്ചാ നീ ഇനി വേറെ കഥകളൊന്നും കണ്ടുപിടിച്ച് എന്നോട് പറയാൻ നിക്കണ്ടാന്ന്. വെറുതെ ടെൻഷനൊന്നും ആവണ്ട. ഞാനൊരു കൺഫർമേഷന് വേണ്ടി മാത്രം ചോദിക്കുന്ന. ഇനി പറ, നീ എന്നെ ശരിക്കും ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇതിന്ന് എന്തായാലും ഈ പ്രാവശ്യം രക്ഷപ്പെടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു ചാൻസും ഇല്ല. അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞ് കാര്യത്തിൽ നിന്ന് മാറിപ്പോവാനും പറ്റുന്നില്ല. ഇനിയിപ്പൊ ഞാൻ എന്താ ചെയ്യാ? ഇങ്ങനെ എന്നെ ലോക്കാക്കി കളയുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. എന്ത് മറുപടിയാ ഞാനിപ്പോ പറയാ? ഇന്ന് നല്ല തണുപ്പുണ്ടല്ലേ? ഇന്നലെ ഇത്ര തണുപ്പൊന്നും ഇല്ലായിരുന്നല്ലോ. നീ വെറുതെ ടോപ്പിക് മാറ്റണ്ട. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ ആദ്യം. അല്ല അത് നോക്ക്, ഞാൻ ചോദിച്ചതിന് ഉത്തരം മര്യാദയ്ക്ക് പറ. അത് പറയാതെ നിന്നെ വിടില്ല. ഇല്ല, എനിക്ക് അങ്ങനത്തെ ഒരു ഫീലിങ്സും ഇല്ല. ഇല്ലെന്നോ? പിന്നെന്തിനാ അന്നങ്ങനെ പറഞ്ഞേ? അത് വേറെ ഞാൻ എന്താ പറയാനാ? നീ ഒരു പ്രശ്നത്തിന്റെ മുകളിൽ വേറെ പ്രശ്നം തന്നോണ്ടേ ഇരിക്കുകയല്ലേ. അതുകൊണ്ടാ ഞാൻ സഡനായിട്ട് അങ്ങനെ പറഞ്ഞത്. നിങ്ങളെ ഞാൻ കാണുന്നേ എന്റെ വീട്ടിലെ ഒരാളായിട്ടാ. നിങ്ങൾ വിചാരിച്ച പോലെ ഒരു ഫീലിങ്സും എനിക്കില്ല. എനിക്ക് നിങ്ങളോട് ശരിക്കും ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞ് നിങ്ങളെ വെറുതെ വിഷമിപ്പിക്കാൻ എനിക്ക് പറ്റില്ല വേദാന്ത്. ഇവള് കള്ളമാണോ പറയുന്നത്, അതോ ഈ സത്യം തന്നെയാണോ? എന്താ ഈ ആലോചിച്ചോണ്ടിരിക്കുന്നേ? പക്ഷെ നീ ഐ ലവ് യു ഒന്ന് ക്ലിയർ ആയിട്ട് തന്നെയല്ലേ എന്നോട് പറഞ്ഞേ? നിന്റെ എക്സ്പ്രഷൻ പോലും വളരെ ജെനുവിൻ ആയിരുന്നു. ഞാന് ഇഷ്ടമില്ല എന്നൊന്നും പറയുന്നില്ല. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞത് സത്യമായിട്ടുള്ള കാര്യം. പക്ഷേ അത് ആസ് എ ഫ്രണ്ട് അത്രേ ഉള്ളൂ. ഇപ്പൊ നിങ്ങള് ആദ്യ ചേച്ചിയും വിക്കി ചേട്ടനെയൊക്കെ ഫ്രണ്ടായിട്ട് കാണില്ലേ? ഇതും അതുപോലെയൊക്കെ കണ്ടാ മതി. ഇവളുടെ ഭാഗം ക്ലിയർ ആയിട്ട് തന്നെ അവള് പറഞ്ഞു. പക്ഷെ എനിക്കെന്തോ അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലായ നിങ്ങൾക്ക് എന്നോടുള്ള ഫ്രണ്ട്ഷിപ്പ് ഇല്ലാണ്ടാവുമെന്ന് എനിക്ക് പേടിയാ വേദാന്ത്. സ്നേഹിക്കാനുള്ള അവകാശം ഉണ്ടോന്ന് അറിയാതെയാ ഞാൻ നിന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടത്.
കേട്ടില്ലേ? എനിക്കാണെ ഉറക്കം വരുന്നില്ല. അതിന്റെ കൂടെ നിന്റെ കോപ്രായം. ദേ അടങ്ങി ഒതുങ്ങി ഒരിടത്ത് കിടന്നില്ലെങ്കിലേ. എനിക്ക് ആരതി ചേച്ചീനെ വേണം. ആരതി ചേച്ചിയെ കാണണമെന്ന് ഒരുപാട് ആഗ്രഹം തോന്നുന്നു ചേച്ചി. സോറി മോളെ, ഞാൻ വഴക്ക് പറഞ്ഞതിന്. കരയണ്ട, അമ്മ ചേച്ചി നാളെ തന്നെ വരും മോളെ. പ്ലീസ് സമാധാനായിട്ടിരിക്കെ. ഇല്ല ചേച്ചി, എനിക്ക് ആരതി ചേച്ചിനെ ഇപ്പൊ തന്നെ കാണണം. എനിക്ക് അവളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഞാനും ചേച്ചി മിസ് ചെയ്യുന്നുണ്ട് മോളെ. എനിക്കും ഇപ്പൊ തന്നെ കാണണമെന്ന് തോന്നുന്നുണ്ട്. എന്ത് ചെയ്യാനാ, പക്ഷെ നടക്കില്ലല്ലോ അത്. നമുക്ക് കാണണമെന്ന് തോന്നുമ്പോ ഒന്നും ഇനി കാണാൻ പറ്റില്ല അല്ലേ? ഇല്ല മോളെ, നമുക്ക് ചേച്ചിയെ കാണണമെന്ന് തോന്നുമ്പോ നമുക്ക് അവിടെ പോവാമല്ലോ. ചേച്ചിക്ക് നമ്മളെ കാണണമെന്ന് തോന്നുമ്പോ അവൾ ഇങ്ങോട്ട് വരും. ഞാൻ ചേച്ചീനെ കാണണമെന്ന് പറഞ്ഞ് ഒരുപാട് വാശി പിടിക്കുന്നു. പക്ഷെ ചേച്ചി പാവം, അവൾക്ക് എല്ലാം പുതിയത്. പുതിയ വീട്ടിൽ പോയതിനു ശേഷം ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടാവും. അങ്ങനെയൊന്നും ഇല്ല മോളെ, അവിടെ എല്ലാരും നല്ലവരാ. അവര് നമ്മുടെ ചേച്ചിയെ നന്നായി നോക്കും. വിക്കി ചേട്ടൻ ചേച്ചിയെ എത്ര സ്നേഹിക്കുന്നുണ്ടെന്ന് നിനക്കും അറിയുന്ന കാര്യമല്ലേ? അതെല്ലാം സത്യമാണ്. പക്ഷെ ഇതെല്ലാം എന്തോ ശരിയല്ല. ഏത്? കല്യാണം കഴിയുമ്പോ പെണ്ണുങ്ങൾ എന്തിനാ ആണുങ്ങളുടെ വീട്ടിൽ പോകുന്നേ? ചെക്കന് പെണ്ണിന്റെ വീട്ടിൽ വരാമല്ലോ. അങ്ങനെയായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. സത്യമായിട്ട് നന്നായിരുന്നു മോളെ. ഇനി നീ കല്യാണം കഴിക്കുമ്പോ നിന്റെ ഭർത്താവിനെ ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ താമസിപ്പിച്ചോ. ഇപ്പൊ എന്തായാലും കിടന്നോട്ടോ. കിടന്നോ. അതിഥി ചേച്ചി, ഒരു കാര്യം പറയട്ടെ. ഈ ലോകത്തിൽ നിന്റെ അത്രയും വലിയ കേമി വേറെ ആരുമില്ല. എന്താടി പറഞ്ഞേ? കള്ളം പറയണം, എന്നാ വിശ്വസിക്കുന്ന രീതി കള്ളം പറയണം. പാവം കരയുന്നു വെച്ച് സമാധാനിപ്പിച്ചപ്പോ എന്റെ തലയിൽ കയറാൻ വരുന്നോ ഡ്രാമ ക്യൂ? ചുമ്മാ ഏരിയമാരൊക്കെ നീ ഇപ്പൊ കരച്ചിൽ നിർത്തി കിടന്നില്ലെങ്കിലുണ്ടല്ലോ കാര്യം പിടിച്ച് കുത്തുന്നു. അടങ്ങി കിടന്നില്ലെങ്കിൽ കടലേന്ന് ചവിട്ടി പുറത്താക്കും. ഈ വാതിൽ തുറക്കുന്നില്ലല്ലോ. ഓ, ജാമായിന്ന് തോന്നേ. ആ കാർപ്പന്ററിനെ ഞാൻ വിളിച്ചു മടുത്തു. വന്ന് ശരിയാക്കാൻ ഞാൻ എത്ര നാളുകൊണ്ട് പറയുന്നു. എന്റെ രാമ, ഇവർ രണ്ടുപേരും ഇത്ര പെട്ടെന്ന് കൂട്ടായോ?
കഴിക്കാൻ വെയിറ്റ് ചെയ്യേ. ശരി അമ്മേ. നോക്ക്, നിനക്കെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ തരാം. പക്ഷെ ഈ കാര്യം നീ ആരോടും പറയരുത്. ശരിയമ്മ, ഞാൻ ആരോടും പറയില്ല. അമ്മേ, ഫുഡ് റെഡിയായോ? വിശന്നിട്ട് വയ്യ. വരുന്ന അതിഥി, ദാ നിനക്ക് ഇഷ്ടമുള്ള കൊഴുക്കട്ടെ റെഡിയാക്കി. ആ, എന്താ അമ്മ ഇത്രേ ഉള്ളോ? ഏയ് ആദ്യം ഇത് തിന്നെ, പിന്നെ തരാം ഞാന്. നിന്റെ വയറ് പൊട്ടുന്ന പോലെ തരാം. അങ്ങനെ വേണം എന്റെ സുന്ദരി അമ്മ. അമ്മ, താങ്ക് യു സോ മച്ച് അമ്മ. ഏയ് ഞാൻ നിനക്ക് താങ്ക്സ് പറയണം മോളെ. ഇതെന്താ അമ്മേ, സൂര്യൻ എന്ന് കിഴക്കാനല്ലേ ഉദിച്ചത്? അമ്മ എനിക്ക് താങ്ക്സ് ഒക്കെ പറയുന്നു. എന്താ നീ അങ്ങനെ പറഞ്ഞത്? പിന്നെ എന്താ ഡാർലിംഗ്, അമ്മയുടെ മൂന്നാമത്തെ മകളെ എപ്പോഴും വഴക്കല്ലേ പറയാറ്. ഇതിപ്പോ എന്താ പുതുമ? ഞാൻ എപ്പോഴാ നിന്നെ വഴക്ക് പറഞ്ഞിട്ടുള്ളത്? വഴക്ക് പറയുന്നവർക്ക് അതൊന്നും ഓർമ്മ കാണില്ല, പക്ഷെ വഴക്ക് കേൾക്കുന്നവർക്ക് നല്ല ഓർമ്മ കാണും. എല്ലാവരെക്കാട്ടിലും കൂടുതൽ തോന്നിയ ദിവസം കാണിക്കുന്ന നീയല്ലേ, അതുകൊണ്ട് അപ്പപ്പോ നിന്നെ കുറിച്ച് കൺട്രോൾ ചെയ്യുന്നു, അത്രമാത്രം. എന്നാലേ ഇന്നലെ നീ ഇവിടുത്തെ ജോലിയെല്ലാം ചെയ്യുന്ന കണ്ടിട്ടേ എനിക്ക് ഒത്തിരി സന്തോഷമായി മോളെ. അമ്മു ആരതി ഇല്ലാഞ്ഞിട്ട് പോലും നീ അഞ്ജുനെ നന്നായിട്ട് നോക്കുന്ന ഞാൻ കണ്ടു. അവളെ സ്നേഹത്തോടുകൂടി നീ ഉറക്കുന്നെന്ന് അവൾ എന്നോട് പറഞ്ഞു. നിനക്കും അപ്പൊ ഉത്തരവാദിത്വം കൂടിയിട്ടുണ്ടല്ലേ? ആ ദൈവമേ, നിങ്ങളെ 4 പേരെയും ഒന്നിനും ഒരു കുറവ് തട്ടാതെ നല്ലപോലെ ഞാൻ നോക്കിയതാ. അമ്മേ, എനിക്ക് ഉത്തരവാദിത്തം ഇപ്പൊ വന്നതല്ലമ്മേ, അത് ചെറുപ്പം മുതലേ ഉണ്ട്. അത് ഇത്രയും ദിവസം ചേച്ചി ഉണ്ടായിരുന്നപ്പോ അതിന്റെ ആവശ്യം വരാത്തതുകൊണ്ടാ അങ്ങനെ. സമയവും സന്ദർഭം നോക്കി എന്താണോ ആവശ്യം അതൊക്കെ ഞാൻ ചെയ്യും. സ്വല്പം നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴേ അവക്കങ്ങ് അഹങ്കാരമായി. അയ്യോ അമ്മേ, ഞാൻ റൂമിൽ പോയിക്കോളാം, എനിക്ക് പഠിക്കാനുണ്ട്. ഇവിടെ വാ, ഇരിക്കിവിടെ. അഞ്ജു പറഞ്ഞു നീ റൂമിൽ വെച്ച് അവളെ നല്ലപോലെ സമാധാനമാക്കി പോയി തോന്നിയൊക്കെ പറഞ്ഞെന്ന്. ഇല്ലമ്മേ. ആ എവിടെ അഹങ്കാരി? ഇത്രയൊക്കെ സീനുണ്ടായിട്ടും എന്താ ഒന്നും നടക്കാത്തെന്ന് വിചാരിക്കായിരുന്നു. ഇപ്പോഴല്ലേ മനസ്സിലായേ? അവളെ എന്റെ കൈ കിട്ടട്ടെ, അവളെ കുത്തിപ്പിടിച്ച് കാലെ വാരി താഴെ അടിക്കുന്നേ. ഇല്ല, എന്റെ പേര് അതിഥി എന്നല്ല. അയ്യോ വെള്ളം. അയ്യോ, ഇവിടെ കുടിക്കാൻ വെള്ളമില്ലല്ലോ. ശ്ശേ. ഓ, ഒന്ന് ചുമ്മാ നിക്ക്. എന്താ പറഞ്ഞേ? രാജകുമാരനാന്ന്. അമ്മേ. ആ വരുന്ന കണ്ണാ. എന്താ മോനെ? ഞാൻ പുറത്തോട്ട് പോകാൻ പോവാ. എന്തെങ്കിലും ജോലി ഉണ്ടോ ഇവിടെ? അങ്ങനെ പ്രത്യേകിച്ച് ജോലിയൊന്നും ഇവിടെ ഇല്ല. അത് വെളിയില് ഒരു ബോർഡ് വെച്ചിട്ടില്ലേ, ആരതി കേറ്ററിംഗ് സർവീസ് എന്ന് പറഞ്ഞ്, അതിങ്ങ് എടുത്തു വെക്കും മോനെ. സുമേഷേ, എനിക്ക് നിന്റെ മീനാക്ഷി ഒന്ന് കണ്ടാ കൊള്ളുന്നുണ്ടല്ലോ. അതെന്തിനാ ജഗദീഷ് ചേട്ടാ, നിങ്ങൾ എന്തിനാ എന്റെ മീനാക്ഷിയെ കാണണോന്ന് പറയുന്നത്? സുമേഷ് ചേട്ടാ ഇങ്ങനെ അപമാനിക്കാൻ പാടില്ലാട്ടോ. പാവം ജഗദീഷ് ചേട്ടാ എന്തൊക്കെ കഷ്ടപ്പെടുന്നുണ്ടെന്നറിയോ നിങ്ങൾക്ക് വേണ്ടി. എന്നിട്ട് നിങ്ങൾ എങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? എടാ പാനി, നിന്നെ അന്ന് ശരിയാക്കും. ജഗദീഷ് ചേട്ടാ ഞാൻ വരുന്നു. നിക്കടാ അവിടെ, ഞാനും വരുന്നു. എന്നെ കൂടെ കൊണ്ടുപോ. അല്ല എന്താളിയാ, രാത്രി നന്നായി ഉറങ്ങിയില്ലേ? ഇന്നലെ ആദ്യ രാത്രി ആയിരുന്നില്ല എന്റെ. ബെഡിൽ ഇങ്ങനെ കിടന്നതും ടക്കെന്ന് ഉറങ്ങിപ്പോയി. എന്താ കാര്യം മുത്തശ്ശി? എന്തിനാ ചിരിക്കുന്നേ? ചിരിക്കാൻ മാത്രം ഇവിടെ എന്തോളേ? ആക്ച്വലി ആദ്യം കുറച്ചു നേരത്തേക്ക് പ്രശ്നം ഉണ്ടാക്കിയിരുന്നു. എന്നാലും നന്നായിട്ട് കിടന്ന് ഉറങ്ങി. ഉറങ്ങിന്ന് പറഞ്ഞ് ഞങ്ങളെ പറഞ്ഞ് പറ്റിക്കാൻ നിൽക്കണ്ട. ഇവിടെ എല്ലാവർക്കും തന്നെ അറിയാം. എന്ത്? എനിക്കാരും പേടിയൊന്നുമില്ല. അല്ലെങ്കിലും ഞാനെന്തിനാ പേടിക്കുന്നേ? നിങ്ങളുടെ മുമ്പിൽ വെച്ചല്ലേ കല്യാണം കഴിഞ്ഞ. ഞാനെന്തിനാ പേടിക്കണ്ടേ? എനിക്ക് ഒന്നിനെ കുറിച്ച് പേടിയില്ല. അയ്യോ കൂൾ കൂൾ, നീ എന്തിനാ എക്സൈറ്റഡ് ആവുന്നേ? അതല്ലേ
എക്സൈറ്റഡ് ആയിപ്പോയി. ആരതി എവിടെ? അവള് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ സന്തോഷത്തിന് പൂജാമുറിയില് ഭയഭക്തിയോടെ പൂജ ചെയ്തോണ്ടിരിക്കുക അവള്. ഇപ്പൊ വരും അവള്. ആഹാരം കഴിക്കുമ്പോ ഒരുമിച്ചിരിക്കണമെന്ന് നിനക്ക് അവളെ പറഞ്ഞ് മനസ്സിലാക്കരുതോ? വന്നു കയറിയതല്ലേ ഉള്ളൂ, പോകെ പോകെ എല്ലാം ശരിയായിക്കോളും. ഈ വീട്ടിലെ രീതികളൊക്കെ നീ അവൾക്ക് പറഞ്ഞു കൊടുക്കണം. ഉറപ്പായും മദറിന്റെ ഉറപ്പായും. ചേട്ടാ, വിക്കി ചേട്ടാ, ഞാൻ ഇറങ്ങുവാ. ഇത് നല്ല കഥയായല്ലോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ ഇവിടുന്ന് വിടുന്ന പ്രശ്നമില്ല. അല്ല മുത്തശ്ശി, അത് അതും ഇല്ല ഇതും ഇല്ല. മര്യാദയ്ക്ക് ഇവിടെ വന്നിരിക്കുക, അത്ര തന്നെ. വാ. അമൂല്യ, ഇത് വേദാന്തിന്റെ പ്ലേസാ. ആ അമൂല്യ വാ, ഞാൻ കഴിച്ചു കഴിഞ്ഞു. നീ ഇവിടെ ഇരുന്ന് കഴിച്ചോ. ഇല്ല ചേട്ടാ, നിങ്ങൾ ഇരുന്ന് കഴിക്കും. സാരില്ല. ഒരു ഗതിയുമില്ലാത്തവൾ ഈ വീട്ടിലേക്ക് വന്ന് കയറിയപ്പോൾ ഇവിടുള്ളവരും അവർക്കൊപ്പം ഇരുന്ന് കഴിക്കേണ്ട ഗതികേടായി. സാഹിത്യ, നിന്റെ ചേട്ടൻ ദുബായിലല്ലേ ഉള്ളത്? അതെ ആന്റി, അച്ഛന്റെ കമ്പനി അവിടെ ഉള്ളത്. ചേട്ടനാ അത് നോക്കി നടത്തുന്നേ. ഇവൾക്ക് അവിടെ തന്നെ പോവായിരുന്നു. അത് വിട്ട് ഇവിടെ ജോലിക്ക് വന്ന് വെറുതെ ആവശ്യമില്ലാതെ നമ്മുടെ തല തിന്നാ. വിക്കി, നീ എന്തെങ്കിലും പറഞ്ഞോ? അത്രയും വലിയ കമ്പനിയുടെ ഓണറിന്റെ മകളായിട്ട് കൂടി വർക്ക് എക്സ്പീരിയൻസിന് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ടല്ലോ, അതാ പറഞ്ഞ. ഗുഡ് മോർണിംഗ് അമ്മേ. ഗുഡ് മോർണിംഗ് ഓൾ. ഗുഡ് മോർണിംഗ്. എനിക്കിന്ന് വിക്രാന്തിന്റെ കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കണം. മോൻ കുറച്ചും കൊണ്ട് നീങ്ങിയിരുന്നേ. വാ ചേട്ടാ, ഇരിക്കേ. എന്തു പറ്റി? എല്ലാരും എന്നെ ആദ്യമായിട്ട് കാണണം.